സംസ്ഥാനത്തേക്ക് വന്നാൽ സംസ്ഥാനത്ത് നമ്മുടെ നിയമസഭ ഇന്നും തുടരും. ജയിൽ സുരക്ഷാ വീഴ്ച, അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളുമൊക്കെ നിയമസഭയിൽ പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കും. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കങ്ങൾ. ചോദ്യോത്തര വേളയിൽ വിഷയം ഉയർത്താനാണ് നീക്കം. ഒപ്പം കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതിക്ക് കാൽവിരലുകൾ നഷ്ടപ്പെട്ട സംഭവവും ശബരിമല സമരകാലത്തെ കേസുകളുമൊക്കെയും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. VS അനു ആണ് വിവരങ്ങളുമായി ചേർന്നത്. അനു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വിഷയങ്ങളൊക്കെ സഭയിൽ പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കും. അതിനൊപ്പം തന്നെ നിർണായകമായ 3 ബില്ലുകൾ കൂടി പരിഗണനയ്ക്ക് വരുന്നുണ്ടല്ലേ? ഗുഡ് മോർണിംഗ് സേതു. യഥാർത്ഥത്തിലും ഇന്ന് ഒരു സാധാരണ ഇന്ന് പൊതു അവധിയാണ്. പക്ഷേ എങ്കിലും ഇന്ന് നിയമസഭ ചേരാൻ വേണ്ടി എത്തുന്ന BSc യോഗത്തിൽ പ്രതിപക്ഷ ഭരണ കക്ഷികൾ ഒരുമിച്ചിരുന്ന യോഗത്തിൽ തീരുമാനമായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുകയും ചെയ്യും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അതായത് സാധാരണ ഒരു നിയമസഭാ സമ്മേളനത്തെ തലേ ദിവസം തന്നെ എന്താണ് അടിയന്തര പ്രമേയം എന്നുള്ളത് നമുക്ക് ഈ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് നമുക്കൊരു സൂചനയൊക്കെ നൽകാറുണ്ട്. ഈ വിഷയമാണ് അടിയന്തര പ്രമേയമായി കൊണ്ടുവരുന്നത്. പക്ഷേ ഇതുവരെയ്ക്കും ഈ അടിയന്തര പ്രമേയം ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു സ്ഥിരീകരണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. അവർ 2-3 വിഷയങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഈ BJP നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ വിദ്വേഷ പരാമർശം, ഈ ചാനൽ ചർച്ചയ്ക്കിടയിൽ നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാത്ത പോലീസിൻ്റെ നിലപാട്. അങ്ങനെയുള്ള 2-3 വിഷയങ്ങൾ പറയുന്നുണ്ട്. എങ്കിൽ കൂടി ഈ അടിയന്തര പ്രമേയം ഇതാണ് എന്നവർ പറയുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തെ സർക്കാർ ചർച്ചയ്ക്ക് അനുമതി നൽകുകയാണ്. അതിപ്പോൾ ഈ സഭാ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് പോലീസ് അതിക്രമമാണെങ്കിൽ ആദ്യത്തെ ദിവസം ചർച്ചയ്ക്ക് അനുമതി നൽകുന്നു, രണ്ടാമത്തെ ദിവസം ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിന് അനുമതി നൽകുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ സംസ്ഥാനത്തെ ധനകാര്യ പ്രതിസന്ധി, അതിനും അനുമതി നൽകിക്കൊണ്ട് സർക്കാർ എല്ലാ ചർച്ചയ്ക്കും തയ്യാറായി വരുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഏത് വിഷയം സഭയിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിനും ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഏതായാലും അടിയന്തര പ്രമേയ വിഷയം ഏതാണെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നില്ല. പക്ഷേ നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഇന്ന് സഭയിൽ ചോദ്യോത്തര വേളയിൽ വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന യുവതിയുടെ കാൽവിരലുകൾ മുറിച്ചു മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അത് ഇന്ന് ചോദ്യമായി വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട അന്ന് നടന്ന സമരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കേസുകളുടെ പിൻവാങ്ങൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് സഭയിൽ ചോദ്യങ്ങളായി വരുന്നു. പ്രധാനപ്പെട്ട 3 ബില്ലുകൾ ഇന്ന് സഭയിൽ വരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് കേരള പബ്ലിക് സർവീസ് ബില്ലടക്കമുള്ള 3 ബില്ലുകളാണ് ഇന്ന് സഭയിൽ വരുന്നത്.